മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. പ്രദർശനത്തിനൊരുങ്ങി മൂവർ സംഘത്തിന്റെ സൂര്യകാന്തി കൃഷി. ചെറുകോട് സ്വദേശിയായ പൊറ്റയിൽ സീമാമു ഗുണ്ടൽപേട്ടയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ചെറുകോട് 28 എന്ന സ്ഥലത്താണ് 5ാമത് സൂര്യകാന്തിപ്പാടം ഒരുക്കിയിരിക്കുന്നത്. ഉടൻ കാഴ്ചയ്ക്കായി പൊതുജനങ്ങൾക്ക് സൂര്യകാന്തിപ്പാടം തുറന്നു കൊടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂക്കോട്ടുംപാടം ഞങ്ങൾ ഇട്ടപ്പോൾ പോയാൽ 40,000 രൂപ പോകും, ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കും എന്ന് പറഞ്ഞു. അവൻ കുറേ വട്ടം ഞാൻ അവനോട് നിർബന്ധിച്ച് അങ്ങനെ എന്നാൽ വിത്ത് വാങ്ങാൻ ഞങ്ങൾ രണ്ടാളും പയനിയിൽ പോയി അവിടുന്ന് ഓർഡർ ചെയ്ത് പിന്നെ ആ ഗുണ്ടൽപേട്ട വിത്ത് വന്ന് കമ്പനിയിൽ വന്ന് അങ്ങനെ വിത്ത് കിട്ടി പൂക്കോട്ടുംപാടത്ത് കൊടുന്ന് ഇട്ടു കയറ്റി കഴിഞ്ഞാൽ അത് കണ്ട് വിജയിച്ചു. അത് വിജയിച്ചാൽ ആൾക്കാർക്ക് ചെറിയ പൈസ പറഞ്ഞപ്പോൾ എല്ലാവരും വന്നും ചെയ്തു. നല്ലോണം ആളുണ്ട്. അത് നല്ലോണം വിജയിച്ചു. അതിൽ സുഖമില്ലാത്ത കേസ് വന്ന് അവിടുത്തുകാരൻ്റെ 2-3 കുട്ടികൾക്ക് സുഖമില്ലാത്ത കേസ് വന്നു, അതിന് കൊടുത്തു. ഇത്തവണ സുഹൃത്തുക്കളും നാട്ടുകാരുമായ CP ഉമ്മർ, ചെറിയാപ്പ ഏലംകുളം എന്നിവരും സൂര്യകാന്തി കൃഷി ചെയ്യാൻ സീമാമുവിന് കൂട്ടിനുണ്ട്. വണ്ടൂർ പെരിന്തൽമണ്ണ സംസ്ഥാന ഹൈവേയിൽ ചെറുകോട് എന്ന സ്ഥലത്ത് പാതയോരത്താണ് സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത്. പ്രദർശന ലക്ഷ്യത്തോടെയാണ് 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷിയൊരുക്കിയത്. വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ലക്ഷ്യം. ചെറിയ ഫീസോടെ കാഴ്ചക്കാർക്ക് വേണ്ടി സൂര്യകാന്തിപ്പാടം അടുത്തുതന്നെ തുറന്നു കൊടുക്കും. വാഹന പാർക്കിങ്ങിന് വിശാലമായ സൗകര്യവും ഒരുക്കുന്നുണ്ട്. സീമാമു, CP ഉമ്മർ, ചെറിയാപ്പ ചെറുകോട്, ഹസൻ ദാരിമി കുട്ടശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.